മണിമേഖല അരുളിൻ്റെ മകളാണ്. ഏകദേശം രണ്ടുപേരും ഒരേ പ്രായം. ആ അച്ഛാ, ഞാൻ മണിമേഖലയുടെ കൂടെ പോകാം. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിലേക്ക് നടക്കാൻ തുടങ്ങി. മണിമേഖലയ്ക്ക് ധോനി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ചുമ്മാ തലയാട്ടുകയാണ്. കുറച്ച് നടന്ന് സ്കൂൾ എത്തി. ആ നാട്ടിലെ ഏറ്റവും വലിയ സ്കൂൾ. അത് കണ്ടതും ധോനി ഒന്ന് ഞെട്ടി. പിന്നെ സ്കൂളും ചുറ്റുഭാഗവും ഒക്കെ മണിമേഖല അവൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെ വരാന്തയിലൂടെ അവർ നടന്നു. അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ മനോഹരമായ തമിഴ് പ്രണയ കവിത. അത് പാടുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കാശിനാഥൻ. അവൾ അങ്ങനെ ആ കവിതയിൽ ലയിച്ചു നിന്നു. മണിമേഖല വിളിക്കുന്നതൊന്നും കേൾക്കുന്നേയില്ല. പെട്ടെന്ന് അവൾ ഉണർന്നു. മണിമേഖല അവളോട് ചോദിച്ചു, "എതുക്ക് ചിത്തപ്പാവേ?" അതായത് അച്ഛൻ്റെ അനിയൻ. "ഇപ്പിടി പാക്കറേ?" അത് ഞാൻ കവിത കേട്ടപ്പോൾ അതിൽ രസിച്ചു നിന്നതാ, ധ്വനി മറുപടി പറഞ്ഞു. അങ്ങനെ സ്കൂൾ വിടാൻ നേരമായി. അവർ വേഗം അവിടെ നിന്ന് നടക്കുന്നതിനിടയ്ക്ക് ധ്വനി മണിമേഖലയോട് ചോദിച്ചു, "നിന്റെ ചിത്തപ്പാവക്ക് കവിത ഒക്കെ അറിയുമല്ലോ?" അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ മറുപടി പറഞ്ഞു, "ആ തെരിയും, ചിത്തപ്പാവക്ക് എല്ലാമേ തെരിയും." അത് കേട്ട് അവൾ എന്ന് മൂളി. പെട്ടെന്ന് മണിമേഖലയ്ക്ക് ഒരു കോൾ വന്നു. അവളുടെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. അവളുടെ കൂടെ തൊട്ടടുത്ത നാട്ടിലേക്ക് അത്യാവശ്യമായി വരാൻ പറഞ്ഞാണ് കോൾ. മണിമേഖലയ്ക്ക് പോകേണ്ടത് അത്യാവശ്യമായിരുന്നു. ആ വിവരം മണിമേഖല ധ്വനിയോട് പറഞ്ഞു. അവൾ തിരിച്ചു പറഞ്ഞു, "അത് കുഴപ്പമില്ല, വീട് ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു പോകാം." രണ്ടുപേരും റോഡിൽ ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും ഒരു ഹോൺ കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ ദേ കാശിനാഥൻ ബുള്ളറ്റിൽ വരുന്നു. അവൻ ഇവരെ കണ്ടതും വണ്ടി നിർത്തി വിവരം തിരക്കി. അപ്പോൾ മണിമേഖല കാശിയോട് പറഞ്ഞു, "ചിത്തപ്പ, നീ കറക്റ്റ് ടൈമിൽ വന്നേ. നീ ധ്വനിയെ വീട്ടിൽ കൊണ്ടുപോകുമോ?" അവൻ ആദ്യം ഒന്ന് മടിച്ച് കാണിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു. ധ്വനിക്കും ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. കാശിയുടെ കൂടെ അടുത്തിന്ന് പോകാൻ കിട്ടിയ അവസരമല്ലേ, അതെന്തിനാ വെറുതെ മിസ്സാക്കുന്നതെന്ന് കരുതി അവളും വേഗം വണ്ടിയിൽ കയറിയിരുന്നു. പോകുമ്പോൾ കാശി എന്തൊക്കെയോ അവളോട് പറയുന്നുണ്ട്. അവൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, ചിലതൊക്കെ മനസ്സിലാവുന്നില്ല. അവൻ ചോദിച്ചു, "ഉനക്ക് ബുക്സ് റീഡ് പണ്ണ പിടിക്കുമോ?" അപ്പോൾ വേഗത്തിൽ അവൾ പറഞ്ഞു, "വായിക്കാനും ഇഷ്ടാ, എഴുതാനും." അപ്പോൾ അവൻ ചിരിച്ചു പറഞ്ഞു, "അപ്പടിയാ." അങ്ങനെ അവരുടെ സംഭാഷണം വലുതായി. രണ്ടുപേരും കൂടുതൽ അടുത്തു. അങ്ങനെ വീടെത്തി. രണ്ടുപേരും റൂമിൽ പോയി. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം കാശി അവളുടെ അടുത്ത് വന്ന്, "കുറച്ച് പുസ്തകങ്ങളും കയ്യിലുണ്ട്, അത് ധ്വനിക്ക് കൊടുത്തു. റീഡ് പണിക്കോ, സൂപ്പർ സ്റ്റോറിയാ" എന്ന് പറഞ്ഞ് അത് അവൾ സന്തോഷത്തോടെ മേടിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞ് അവൾ അമ്മയുടെ അടുത്ത് പോയി. "അമ്മേ, എനിക്ക് ഹാഫ് സാരി ഉടുക്കണം, എവിടുന്നാ കിട്ടുക?" അപ്പോൾ അമ്മ പറഞ്ഞു, "മണിമേഖലയുടെ അടുത്തുണ്ടാവും, അവളോട് ചോദിച്ചോ." മണിമേഖല വന്നതിന് ശേഷം അവളുടെ അടുത്ത് നിന്ന് ഒരു ചുവപ്പും പച്ചയും ഹാഫ് സാരി മേടിച്ച് സെറ്റാക്കി. നാളെ ഞായറായിരുന്നു. അവൾക്ക് തൊട്ടടുത്ത അമ്പലത്തിൽ പോകണമെന്നുണ്ട്. അതിനാണ് ഹാഫ് സാരി ചോദിച്ചത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ കുളിച്ച് സാരിയൊക്കെ ഉടുത്ത് അവളുടെ നീളമുള്ള മുടിയെല്ലാം അഴിച്ചിട്ടു, കണ്ണെല്ലാം എഴുതി, മുടിയിൽ മുല്ലപ്പൂവും ചൂടി അതിസുന്ദരിയായി അവൾ ഒരുങ്ങി. സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും താഴെ ഫുഡ് കഴിക്കുകയായിരുന്നു. കാശിയും ഉണ്ട്. അവൾ പടികൾ ഇറങ്ങി വരുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവളുടെ ആ സൗന്ദര്യത്തിൽ അവനെ തന്നെ അവൻ മറന്നു. ആ നിമിഷത്തിൽ കാശി ധ്വനിയെ സ്നേഹിക്കാൻ തുടങ്ങി. അവളിൽ അവന് തീർത്താൻ അടങ്ങാത്തൊരു പ്രണയം പൂവിട്ടു. പിന്നീടുള്ള ഓരോ നിമിഷവും കാശിയുടെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. അവളെ കണ്ടതും അച്ഛനും അമ്മയ്ക്കും വീട്ടിലുള്ളവർക്കൊക്കെ വളരെ സന്തോഷമായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ധ്വനി ഫോൺ എടുക്കാൻ മുകളിൽ പോയി. കൂടെ പുറകെ കാശിയും ഓടിക്കേറി. അവൾ മുകളിൽ കയറിയതും അവൻ ബാക്കിലൂടെ അവളെ പോയി പിടിച്ചു അവനരികിലേക്ക് ചേർത്തണച്ചു. ധ്വനി ആകെ ഞെട്ടിപ്പോയി. ധ്വനിയുടെ കണ്ണിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ കാശിയുടെ കണ്ണിൽ എന്തോ വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു. അവൻ അവളുടെ കണ്ണിൽ നോക്കി ഓപ്പണായി തുറന്നു പറഞ്ഞു, "இந்த சாரியில் நீ ரொம்பவே அழகா இருக்கே. நான் ஓப்பனா சொல்கிறேன், எனக்கு உன்னை ரொம்ப பிடிச்சிருக்கு. ഞാൻ വിഴുന്നിട്ടെ." അവൾ അത് കേട്ടതും ആകെ ഷോക്കായി. അവൾ ഒന്നും മിണ്ടാതെ റൂമിൽ പോയിരുന്നു. സത്യത്തിൽ അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. കാശിയെ മനസ്സിലാക്കാതെ പെട്ടെന്ന് ചാടിക്കേറി ഓക്കെ പറഞ്ഞാൽ ശരിയാവില്ല. അത് അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ബാധിക്കുമെന്ന് അറിഞ്ഞൂടാ. അവൾ ചിന്തിച്ചിരുന്നു. കാശി അപ്പുറത്തെ റൂമിൽ ആകെ ടെൻഷനിലായിരുന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, "ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയണ്ടായിരുന്നു."
அவள் அக்காவோட எல்லாம் சொல்லுமா. അക്ക എന്നെപ്പറ്റി എന്നെ നിൽക്കും. ചിന്തകൾക്ക് സ്റ്റോപ്പിട്ട് അവൻ ധ്വനിയുടെ റൂമിനടുത്ത് ചെന്നു. കതക് മുട്ടാൻ ഒരു മടിയുണ്ട്. എന്നാലും എല്ലാവിധ ധൈര്യം സമ്പാദിച്ചു കതകിൽ മുട്ടി. ധ്വനി ആദ്യം കതക് തുറന്നില്ല. കാശിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പിന്നീട് തുറന്നു. അവൻ അവളെ കണ്ടതും അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ധ്വനി സോറി, എന്നെ തപ്പാ നിനക്കാതെ എൻ മനസ്സുക്കുള്ള ഇരിക്കുന്നത് ദാ സൊന്നേ സോറി. അത് പറഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്വനി താഴേക്ക് ഇറങ്ങി വന്നു. അവൾ അമ്മയോട് ചോദിച്ചു, അമ്മ, എനിക്ക് അമ്പലത്തിൽ പോകണം, അമ്മ വരുമോ എൻ്റെ കൂടെ? അമ്മ പറഞ്ഞു, ധ്വനി നീ കാശിയുടെ കൂടെ പൊക്കോ, അവൻ എല്ലായിടത്തും നിന്നെ കൊണ്ടുപോകും. അവൾ ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു. ഇപ്പോൾ ധ്വനിയുടെ കൂടെ പോകാൻ അവന് ഇൻട്രസ്റ്റ് കൂടുതലാ. അവൻ പോകാൻ വേണ്ടി വേഗം ഡ്രസ്സ് മാറി. അവൻ വെള്ള മുണ്ടും പച്ച ഷർട്ടുമാണ് ഇട്ടിരുന്നത്. ആ ലുക്കിൽ അവനും അടിപൊളിയായിരുന്നു. ഒരു നിമിഷം ധ്വനിയും അവൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്നു. അവൻ അറിയാതെ കാശിയെ സ്നേഹിക്കുന്ന കാര്യം ഇപ്പോഴും അവൾ ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. ധ്വനിയുടെ കയ്യിൽ ഒരു ചെറിയ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അതിൽ അവളുടെ ഫോണും ഒരു ചെറിയ നോട്ട്ബുക്കും ഉണ്ട്. അവൾക്ക് കുത്തിക്കുറിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് എവിടെ പോകുമ്പോഴും ഒരു ചെറിയ പുസ്തകം പോലും അവൾ കൊണ്ടുപോകും. കാശി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ധ്വനി വീട്ടുകാരുടെ യാത്ര പറഞ്ഞു ബൈക്കിൽ കയറുമ്പോൾ കാശിയുടെ തോളിൽ അവൾ പിടിച്ചു. ആ സമയം കാശിയുടെ ഹൃദയത്തിൽ ഒരു കുളിർ അനുഭവപ്പെട്ടു. അവരുടെ ശരീരം തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവന് വല്ലാത്തൊരു ഫീലായിരുന്നു. ഇപ്പോൾ രണ്ടുപേരുടെയും ഉള്ളിൽ പ്രണയമായിരുന്നു. പക്ഷേ ധ്വനി അവളുടെ പ്രണയം അവനിൽ നിന്ന് ഒളിപ്പിച്ചു. അങ്ങനെ കുറച്ച് പോയപ്പോൾ അമ്പലം എത്തി. അവർ ബൈക്കിൽ നിന്നും ഇറങ്ങി തൊഴാൻ പോയി. കൂടെ കാശിയും. അവൾ കണ്ണടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളെ തന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അമ്പലം മൊത്തം ചുറ്റിക്കണ്ടു. പലതും എഴുതി കുറിക്കുന്നുണ്ട് ധ്വനി. അത് നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു, ഇവ എന്നെ മാതിരി എനിക്ക് സെറ്റാവും. അതും വിചാരിച്ച് അവനൊന്ന് ചിരിച്ചു. അപ്പോൾ ധ്വനി അവനെ നോക്കി കണ്ണുകൊണ്ട് എന്തേ എന്നൊരു ആക്ഷൻ കാണിച്ചു. അപ്പോൾ അവനും ഒന്നുമില്ല എന്ന ആക്ഷൻ തിരിച്ചും കാണിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ അവർ ചുറ്റിക്കണ്ടു. നേരെ ഇരുട്ടി തുടങ്ങി. അവർ മധുരൈ പാലസിൽ ഉള്ളപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും പാലസിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നു. മഴ കുറയുന്ന ലക്ഷണമില്ല. ധ്വനി മഴയെ നന്നായി ആസ്വദിക്കാൻ തുടങ്ങി. അവൾ കൈവിരലുകൾ കൊണ്ട് മഴയിൽ കളിച്ചു. അതും കാശി നോക്കി നിന്നു. അവളുടെ കളികൾ അവനെ വല്ലാതെ രസിപ്പിച്ചു. അവനൊരു കുറുമ്പനായതുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി നീങ്ങി വന്നു. അത് കണ്ട് ധ്വനി കുറച്ച് നീങ്ങി നിന്നു. അപ്പോൾ വീണ്ടും അവൻ അവളുടെ അടുത്തേക്ക് നിന്നു. അങ്ങനെ നീങ്ങി നീങ്ങി സ്ഥലം കഴിഞ്ഞു. ഇനി ധ്വനിക്ക് നീങ്ങാൻ സ്ഥലമില്ല. അവൾ പുറകിലേക്ക് നോക്കി. പേടിച്ച് മുഖം അവനിലേക്ക് തിരിച്ചു. കാശിയുടെ മുഖത്താണെങ്കിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. കാശി ധ്വനിയെ നോക്കി പറഞ്ഞു, ഇപ്പൊ എന്നെ പണ്ണുവേ, നീ ഇടമെല്ലാം തീന്തു പോച്ച്, ഉനക്ക് എങ്കേയും പോക മുടിയാതെ. അവൾ ചുമലിൽ മുട്ടി നിന്നു. കാശി അവളുടെ അടുത്തേക്ക് വന്നു. അവളെ നോക്കി അവൻ്റെ കൈകൊണ്ട് അവളുടെ മുഖം പിടിച്ച് പ്രണയാർദ്ധമായി പറഞ്ഞു, இந்த மழையில் இந்த நைட்டு நீ இன்னும் அழகா இருக்கு. எதுக்கு என்னை இந்த பார்வையால கொல்றே? എന്നോട് ഓക്കെ സൊല്ല്. അതും പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യാൻ വേണ്ടി അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് വന്നു. ഒരു നിമിഷം ധ്വനിയും ആ നിമിഷത്തിൽ സ്വയം മറന്നു കണ്ണുകൾ അടച്ചു. അവന് കിസ്സിനായി കാത്തു നിന്നു. പെട്ടെന്ന് അപ്പുറത്തു നിന്ന് ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാരാവത് ഉള്ളിലിരുന്നാ വെളിയെ വാ, ഗേറ്റ് ക്ലോസ് பண்ண ടൈം ആയിடுச்சு. അത് കേട്ടതും രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടിയുണർന്നു. രണ്ടുപേർക്ക് ആകെ എന്തോ പോലായി. കാശി വേഗം ധ്വനിയുടെ മുഖത്ത് നിന്ന് കൈയെടുത്തു. അവളോട് സോറി പറഞ്ഞു. അവർ വേഗം പുറത്തിറങ്ങി. കുറേ പേർ അകത്തുണ്ടായിരുന്നു. അവരും പുറത്തിറങ്ങി. മഴ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. രണ്ടുപേരും മഴ കൊണ്ടിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ബൈക്കിലിരിക്കുമ്പോൾ ധ്വനി ഒന്നും സംസാരിച്ചില്ല. അവൾ ആകെ ആലോചനയിലായിരുന്നു. അങ്ങനെ അവർ വീടെത്തി. അമ്മ ഒരു തോർത്തുമായി ഉമ്മറത്ത് നിൽപ്പുണ്ട്. മോളെ കണ്ടതും വേഗം തല തോർത്തി കൊടുത്തു. പിന്നീട് കാശിക്കും തോർത്തു കൊടുത്തു. അവൻ തലയിൽ തോർത്തി മുകളിൽ പോയി. അമ്മയ്ക്കും അച്ഛനും കാശിയിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരുന്നു അവൻ്റെ കൂടെ ധ്വനിയെ പറഞ്ഞയക്കുന്നത്. പക്ഷേ രണ്ടുപേരുടെയും മനസ്സിലുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. ഇനി അറിഞ്ഞാൽ എന്തൊക്കെ നടക്കുമെന്നും നിശ്ചയമില്ല. ധ്വനി മുകളിലേക്ക് ഫ്രഷ് ആവാൻ പോയി. ഇനി രാത്രി ഫുഡൊന്നും വേണ്ട എന്നും പറഞ്ഞ് അവൾ കിടക്കാൻ പോയി. വേഗം കുളിച്ച് ഫ്രഷായി കട്ടിലിൽ പോയി കിടന്നു.
കുറേ നാട് ചുറ്റി നടന്നത് കൊണ്ട് നല്ലോണം ക്ഷീണം ഉണ്ടായിരുന്നു ധ്വനിക്ക്. അതുകൊണ്ട് വേഗം ഉറങ്ങുമെന്ന് വിചാരിച്ചു അവൾ കിടന്നു. കട്ടിൽ കിടന്നും അന്ന് രാത്രി നടന്ന ആ സംഭവം തന്നെ അവളുടെ മനസ്സിലേക്ക് വന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും കാശിയുടെ ആ മുഖവും അവൻ്റെ കിസ്സിനും മാത്രമേ അവൾക്ക് ഓർമ്മ വരുന്നുള്ളൂ. എന്ത് ശ്രമിച്ചിട്ടും അവൻ്റെ മുഖം, പ്രണയാർദ്രമായ അവൻ്റെ കണ്ണുകൾ, എന്തിനോ വെട്ടിപ്പിടിക്കാൻ വരുന്ന അവൻ്റെ ചുണ്ടുകൾ, അത് മാത്രം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ഈശ്വര, എനിക്ക് ശക്തി തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ധ്വനി തലയിണയിൽ മുഖം അമർത്തി കമിഴ്ന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ഉറങ്ങിപ്പോയി. തൊട്ടപ്പുറത്ത് കാശിക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഓരോ ദിവസം ധ്വനി കാശിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. അവളുടെ ഒരു മറുപടിക്കാണ് അവൻ കാത്തിരുന്നത്. ഒരു വിധത്തിലും ധ്വനിയെ അവന് മറക്കാൻ കഴിയുന്നില്ല. അവന് പ്രണയം അസ്ഥിക്ക് പിടിച്ചിരിക്കുന്നു. ഇനി അതിൽ നിന്ന് കരകയറാൻ എനിക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല. ഓരോ ദിവസവും അവൻ തള്ളി നീക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയി. കാശിയുടെ പ്രണയം. ഒരു ദിവസം ധ്വനി അവളുടെ റൂമിൽ എന്തോ എഴുതുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കാശി വന്ന് അവളുടെ റൂമിൽ കയറി കതകടച്ചു. ധ്വനി ആകെ പേടിച്ചുകൊണ്ട് പറഞ്ഞു, കാശി, നീ എന്തായി ചെയ്യുന്നേ? കതക് തുറക്ക്. ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക? പ്ലീസ് കതക് തുറക്ക്. എനിക്ക് ദേഷ്യം വരുന്നു. അത് പറഞ്ഞതും കാശി അവളുടെ വാ പൊത്തിപ്പിടിച്ചു അവനിലേക്ക് ചേർത്ത് പിടിച്ചു പറഞ്ഞു, ധ്വനി പ്ലീസ് കത്താതെ, ഉങ്കിട്ട് എനിക്ക് കൊഞ്ചം പേസണം. அதுக்கு தான் நான் இப்படி செஞ்சேன். അത് കേട്ടതും അവൾ ഒന്നും അടങ്ങി. പിന്നീട് അവൻ പറയാൻ തുടങ്ങി, പ്ലീസ് ധോനി, എதுக்கு എന്നെ ഇപ്പിടി അലയ വിടുറേ? ഒരു വാട്ടി സൊല്ല്, നീ എന്നെ വിരുമ്പലയാ, എന്നെ കാതലിക്കലയാ, ഇന്നും എന്നെ എപ്പിടി അവോയ്ഡ് பண்ணாதே. எவ்வளோ நாளாயிடுச்சு நான் தூங்கிட்டு, പ്ലീസ് എനിക്കൊരു ബദൽ സൊല്ല്, പ്ലീസ് ധോനി. അതും പറഞ്ഞ് കാശി കരയാൻ തുടങ്ങി. അവൻ്റെ കരച്ചിൽ കണ്ട് അവൾ ആകെ ഷോക്കായി. കാശിയുടെ സ്നേഹം ധ്വനി തിരിച്ചറിഞ്ഞു. ഇത്രയും അധികം എന്നെ സ്നേഹിക്കുന്ന ആളായിരുന്നു എൻ്റെ കാശി. അവൾ അത് ചിന്തിച്ചു. ധ്വനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അവൾക്ക് തൻ്റെ മനസ്സിനുള്ള സ്നേഹം ഇനിയും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. അവൾ തുറന്നടിച്ചു. ഒരു തിരമാല പോലെ അവളുടെ മനസ്സ് ആഞ്ഞടിച്ചു. ധ്വനി വിതുമ്പുന്ന കണ്ണുകളോടെ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു, കാശി, നിനക്കറിയോ, നീ അറിയാതെ നിന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്ന ദിവസം മുതൽ നീ എൻ്റെ മനസ്സിൽ കയറി. പിന്നീട് അത് നിന്നോടുള്ള ഗാഢമായ പ്രണയമായി മാറി. പക്ഷേ എനിക്കത് നിന്നോട് പറയാൻ പേടിയായിരുന്നു. നമ്മുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ എല്ലാം നിന്റെ മനസ്സിൽ തന്നെ വെച്ചു. ധ്വനിയുടെ മനസ്സറിഞ്ഞതും കാശിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. വീണ്ടും ധ്വനി പറയാൻ തുടങ്ങി, ഞാൻ വന്ന ദിവസം നിന്റെ റൂമിൽ വന്നിരുന്നു. അവിടെ നീ എഴുതിയ പുസ്തകങ്ങൾ, നീ വരച്ച ചിത്രങ്ങൾ, നിന്റെ ഫോട്ടോ, അങ്ങനെ എല്ലാം കണ്ടപ്പോൾ അന്ന് മുതൽ എന്തോ എനിക്ക് നിന്നോട് അടുപ്പം തോന്നി. പിന്നീട് ആ അടുപ്പം പ്രണയമായി മാറി. നിന്റെ പ്രവൃത്തികളിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. ഞാൻ ആഗ്രഹിച്ച ഒരാൾ തന്നെയായിരുന്നു നീ, കാശി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പെട്ടെന്ന് അടുത്തത്. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് സമയം വേണമായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ഇഷ്ടത്തിന് ഞാൻ മറുപടി പറയാതിരുന്നത്. ഒരു നീണ്ടു തുറന്നു പറച്ചിലിനൊടുവിൽ അവൾ ദീർഘശ്വാസം വിട്ടു. കാശി അവളുടെ കണ്ണിൽ നോക്കി അങ്ങനെ തരിച്ചു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് ചോദിച്ചു, ധ്വനി, ഇപ്പോൾ എന്നെ പുരിഞ്ചിക്കിട്ടിയാ? സൊല്ല്, എന്നെ കാതലിക്കലേന്ന് സൊല്ല്. ഉന്നോട് അന്ത വാർത്തയ്ക്ക് ഇതാ ഞാൻ കാത്തിക്കിട്ടിരിക്കேன். തുടരും. അപ്പോൾ അടുത്ത കഥ കേൾക്കാൻ നമ്മുടെ കൂടെ കൂടില്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.